ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഇപ്പുറത്തുള്ളത് രാഹുലാണോ? എനിക്കറിയില്ല. ബിനുജിക്ക് പറയാൻ പറ്റുമോ? ഈ പറയപ്പെട്ട രാഹുൽ അപ്പുറത്ത് കേട്ട സ്ത്രീ ശബ്ദം ബ്ലറായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്തിനാ അത് എഡിറ്റ് ചെയ്തത്? ഇവനെന്ത് വിവരക്കേടാ ചോദിക്കുന്നത്? അത് നിയമപരമായി അങ്ങനെ ചെയ്തേ കഴിയൂ. നിയമപരമായി ചെയ്തേ പറ്റൂ. ഇത് രാഹുലിന്റെതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? എന്തോന്നാണോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇത് രാഹുലാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? രാഹുൽ അല്ലെന്ന് ഷഫീറിന് പറയാമോ? അതാ ചോദിച്ചോളൂ. രാഹുൽ അല്ല എന്ന് ഷഫീറിന് പറയാമോ? നടത്തുന്ന താങ്കളുടെ ശബ്ദത്തിൽ പിന്നെ സംസാരിക്കുന്ന എത്ര പേരെ കേൾക്കണം? ഈ BRM ഷഫീറിന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്ന എത്ര പേരെ അറിയാം? പക്ഷെ അതറിഞ്ഞാൽ മതി. ഷഫീർ അപ്പൊ ഇത് നിഷേധിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. ഒരു ചെറുപ്പക്കാരനെയാണ് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. അയാൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, അതിനെന്താ കുഴപ്പം? അയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരാതി വരട്ടെ, FIR ഇടട്ടെ, അയാളെ തൂക്കിക്കൊല്ലട്ടെ. ആരെങ്കിലും തടയോ? ഞങ്ങൾ തടയില്ല. അപ്പൊ അതായത് ഷഫീറിന്റെ ഉള്ളിലിരിപ്പ് പുറത്തു. ഞാൻ പറഞ്ഞത് അതല്ല ഉദ്ദേശം, പാർട്ടിയുടെ നിലപാടാണ്. പക്ഷേ നിങ്ങള് പാർട്ടിയുടെ നിലപാട് ഇതല്ലല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. സ്ഥാപിക്കരുത്. അല്ല പ്രതിപക്ഷ നേതാവ് അതല്ലല്ലോ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ സ്റ്റാൻഡിലാണല്ലോ ഞാൻ പറഞ്ഞത്. അതാണല്ലോ പാർട്ടിയുടെ സ്റ്റാൻഡ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇതിന് ശാസ്ത്രീയമായ ഒരു ബോധ്യമില്ല. ഞാൻ പറയുന്നത് ഇതല്ല അല്ല എന്ന് രാഹുലിന് പറയാമല്ലോ. ഞാൻ അല്ല എന്നല്ല പറയുന്നത്. ആവാം, സമ്മതിച്ചേ? അതിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരു പരാതിക്കാരി ഇല്ലാത്തൊരു കേസിൽ, ആരെങ്കിലും വന്നിട്ട് ഞാനാണ് പരാതിക്കാരി എന്ന് പറയാനില്ലാത്തൊരു കേസിൽ, ശാസ്ത്രീയമായ ഒരു അടിത്തറയും ഉണ്ടെന്ന് പറയാൻ പറ്റാത്തൊരു കേസിൽ ഒരാൾക്കെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ മാറ്റി നിർത്തിയ പാർട്ടിയോടാണ് നിങ്ങളുടെ ചോദ്യം. ഭയങ്കരം തന്നെ. ഇങ്ങനെ ഒരു പാർട്ടി അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ ശ്രീ ഷിജിത് പണിക്കർ ഇത് അതിവിചിത്രമായ വാദമാണ്. ഒരു സ്ഥലത്ത് ശക്തമായ നടപടി എടുക്കുന്ന പാർട്ടിയാണ്. പക്ഷെ ഒരു തെളിവും വേണ്ട, വെറുതെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഒരു സംസ്ഥാന അധ്യക്ഷനെ എടുത്ത് മാറ്റുന്ന പാർട്ടിയാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഞങ്ങൾക്ക് ശുദ്ധ തെളിച്ച് സംശുദ്ധത തെളിയിക്കണം. എന്തിനാണ് ശിക്ഷ തെളിയിക്കേണ്ടത്? പറഞ്ഞിട്ടില്ല. നമുക്കെതിരായി ഇപ്പൊ ഒരാൾക്കെതിരായിട്ട് ഒരു വ്യക്തിപരമായിട്ട് ഒരു ആരോപണം വരുന്നു. ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ ധാർമ്മികതയുടെ പുറത്ത് ഒരു പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു. അതിനൊന്നും ഇല്ലേ? ശ്രീ ഷഫീർ, താങ്കൾ ഈ ചർച്ചയിൽ ഇപ്പോ ശ്രീ വിനുവിനോട് ചോദിച്ചത് ആരാ പരാതിക്കാരി, അവരുടെ പേരെന്താ എന്നാണ്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റാൻ ശ്രീ VD സതീശൻ തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന്. ആരാ പരാതിക്കാരി, അവരുടെ പേരെന്താ എന്നീ രണ്ട് ചോദ്യം താങ്കൾക്ക് ശ്രീ സതീശനോട് ചോദിക്കാമായിരുന്നു. ചോദിച്ചോ? സതീശൻ പറഞ്ഞത് എന്താണെന്ന് താങ്കൾക്ക് ഈ ചർച്ചയിൽ പറയാമോ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അപ്പോ ശ്രീ വിനുവിനോട് ചോദിക്കുന്നതല്ല, ഒരു തീരുമാനമെടുത്തിരിക്കുന്ന കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിന് കൃത്യമായിട്ട് ആരാണ് പരാതിക്കാരി എന്നറിയാം. അവരുടെ പേരെന്താണെന്ന് അറിയാം. അവരോട് അദ്ദേഹത്തിനുള്ള ബന്ധം വ്യക്തിപരമായിട്ട് എന്താണ് എന്നതിനെ പറ്റി അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ കിട്ടാത്ത ഒരു ചോദ്യം ഒരു ചർച്ചയിലെ അവതാരകനോട് ചോദിക്കുന്നതുകൊണ്ട് കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇതൊരു നടത്തു പോണ മാതിരില്ല. ഇവിടെ ഒരു പ്രശ്നം, താങ്കൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ താങ്കൾ പലപ്പോഴും പറഞ്ഞ് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ പൊസിഷനിൽ നിന്ന് മാറി പലപ്പോഴും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കുന്നത് പോലെ ആൾക്കാർക്ക് തോന്നുക. ഞാൻ ന്യായീകരിച്ചിട്ടില്ല. ഒരു സെക്കൻഡ് ഇത് കാണുന്നവർക്ക് തോന്നുക എന്നാണ് ഞാൻ പറഞ്ഞത്, ആരോപണമല്ല. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് താങ്കൾ ഒന്നുകൂടി കേൾക്കണം. തന്റെ സഹപ്രവർത്തകർക്ക് തന്നെ ന്യായീകരിക്കേണ്ട ബാധ്യത താനായിട്ട് ഉണ്ടാക്കുന്നില്ല എന്നാണ് രാഹുൽ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ താങ്കൾ അത് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതായത് താങ്കളുടെ ന്യായീകരണം വേണ്ട എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ന്യായീകരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഇനി ആ ശബ്ദ സംഭാഷണവുമായി ബന്ധപ്പെട്ട് താങ്കൾ ചോദിച്ചു. ഞാൻ ചോദിക്കുന്നത് ആ ശബ്ദം രാഹുലിൻ്റെതാണോ എന്ന് ഞാൻ ശ്രീ ഷഫീറിനോട് ചോദിക്കുന്നില്ല. പക്ഷെ ആ ശബ്ദം രാഹുലിൻ്റെതല്ല എന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ? താങ്കൾക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ ആ ശബ്ദം രാഹുലിൻ്റെതല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഈ ചർച്ചയിൽ നടത്താൻ കഴിയുമോ? ആ ഓഡിയോ ക്ലിപ്പ് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് പറയാനായിട്ട് കഴിയുമോ? അതിലെ സ്ത്രീ പറയുന്നത് നുണയാണ് എന്ന് പറയാനായിട്ട് കഴിയുമോ?
അവരുടെ ശബ്ദം ഓൾട്ടർ ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് വ്യാജമായിട്ടുള്ള ഒരു ആരോപണമാണ് എന്ന് പറയാനായിട്ട് കഴിയുമോ? ഇനി ഷാഫി പറമ്പിൽ പറഞ്ഞു നോക്കൂ, FIR-ഉം കുറ്റപത്രവും ഒക്കെ ഉള്ള ആൾക്കാർ CPM-ലുണ്ട്, പിന്നെ എന്തിനാണ് രാഹുലിന്റെ രാജി എന്നാണ് ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? CPM-ന്റെ ധാർമ്മികത തന്നെയാണ് കോൺഗ്രസിന്റെ ധാർമ്മികത എന്നാണോ? BJP-യുടെ ധാർമ്മികതയുടെ അപ്പുറത്തേക്ക് ഞങ്ങൾക്കൊരു ധാർമ്മികത ഇല്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തർക്കമില്ല. സത്യം ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. നോക്കൂ, മുകേഷിന്റെ കേസിൽ FIR ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ്, ഇപ്പൊ കുറ്റപത്രവുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് പൊതുസമക്ഷം നമ്മൾ കാണുന്ന തെളിവുകളില്ല. എവിടെ പോണു? വെള്ളം കുടിക്കണം. പക്ഷേ ശ്രീ രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ അങ്ങനെയല്ല. വിവിധ പ്ലാറ്റ്ഫോമുകളിലുള്ള ചാറ്റുകളുണ്ട്, ശബ്ദ സംഭാഷണങ്ങളുണ്ട്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി രാഹുലിനെതിരെ FIR ഇട്ടാലും ശ്രീ ഷാഫി പറമ്പിൽ അടക്കമുള്ള, ഒരുപക്ഷെ ശ്രീ ഷഫീർ അടക്കമുള്ള ആൾക്കാർ പറയും, പിന്തുണയ്ക്കും. എന്നിട്ട് പറയും, നോക്കൂ കുറ്റപത്രം വന്നില്ലല്ലോ എന്ന്, അല്ലെങ്കിൽ പിന്നെ കുറ്റവാളിയായിട്ട് തെളിഞ്ഞില്ലല്ലോ എന്ന് പറയും. ഈ ന്യായീകരണമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതല്ലേ? നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ശ്രീ ഷഫീർ എന്താണ് മറുപടി? ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചുകൊണ്ടൊരു വാക്കും പറഞ്ഞിട്ടില്ല. എന്തോ എങ്ങനെ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി, മാസങ്ങളോളം മുകേഷിനെയും അതുപോലെ തന്നെ കടകംപള്ളിയെയും ഐസക്കിനെയും ശശിയെയും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്തല്ലോ. നിങ്ങളുടെയൊക്കെ ചർവണങ്ങൾ 1.5 മാസക്കാലം 2 മാസക്കാലത്തോട് ചർച്ച ചെയ്തല്ലോ. ഒരു രാജി പോയിട്ട് ഒരു മറുപടി പിണറായി വിജയൻ കിട്ടിയോ? ഈ ചർച്ച പ്രതിപക്ഷമല്ലേ? മറുപടി പറഞ്ഞില്ല എന്ന് നമ്മുടെ എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഇവിടെ ശ്രീകുമാർ മണിയില് പിന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു. കോൺഗ്രസ് അല്ലേ നടപടി എടുത്തൂടെ? ഞങ്ങൾ നടപടി എടുക്കില്ല നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ബോധിപ്പിക്കണോ ഞങ്ങൾക്ക് നടപടി എടുക്കാൻ? പൊതുപ്രവർത്തകരാണ് കോൺഗ്രസ് എന്ന പാർട്ടി. നിങ്ങളുടെ മാത്രം സ്വത്തും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ജനങ്ങളിലേക്കാണ് ജനവിധിക്കായി ഇറങ്ങുന്നത്. നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ വെല്ലുവിളിക്കുന്ന ജനങ്ങളെയാണോ? ഷഫീർ ഒരു സാമാന്യ ജനാധിപത്യ ബോധം പോലും ഇല്ലേ? നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച് ഈ നമ്മുടെ നെഞ്ചത്ത് കയറുന്നത് എന്തിനാണ്? ജനങ്ങളുടെ ശ്രീ ബിനു, ആ ആരോപണം തന്നെ നിങ്ങൾ പിൻവലിക്കണം. ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറയോ, ഒരിരയെയും ഞങ്ങൾ വേട്ടക്കിട്ട് കൊടുക്കില്ല. എന്നിട്ട് ഇരയായി പറയപ്പെടുന്ന ഏതെങ്കിലും പെൺകുട്ടി പരാതിയുമായിട്ട് വന്നാൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പോലും അവരുടെ മാനത്തെ ഹനിക്കുന്ന ഒരു വാക്കൊരു പറയാൻ നിങ്ങളുടെ സൈബർ പോരാളികൾക്കെതിരെ പല സ്ത്രീകളും ഇപ്പോൾ പരാതി കൊടുത്തു കഴിഞ്ഞു. പോലീസിൽ ഒരു ഇരയെയും അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഇറങ്ങരുത്. ആരെങ്കിലും പരാതി കൊടുക്കരുത്. ഞങ്ങൾ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ഇപ്പോഴുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അല്ലാതെ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അതാണ് ചോദ്യം. VD സതീശൻ അല്ലാതെ മറ്റാരുമില്ലേ? അല്ല, ഞാനതല്ലേ ധാർമ്മികതയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഇരയുടെ പേര് പോലും ഉണ്ടായിരുന്നിട്ട് പോലും, ഒരു പേര് പോലും ഇല്ലാതിരുന്നിട്ട് പോലും ഞങ്ങൾ നടപടിയെടുത്തു. ഇനിയും ഞങ്ങൾ നടപടിയെടുക്കാൻ ആലോചിക്കുന്നു. അതിനു മുമ്പ് നിങ്ങളത് തട്ടിക്കയറണ്ട. ഞങ്ങൾ നടപടിയെടുക്കാൻ ഇരിക്കല്ലേ? എനിക്ക് തോന്നുന്നതാണോ അതോ ശരിക്കും മണ്ടനാണോ? തട്ടിക്കയറുന്നത് ഷഫീറാണ്. ചർച്ച ചെയ്യാതിരിക്കുക. കൂടുതൽ നടപടി എടുക്കേണ്ടതുണ്ടോ എന്ന് ഞങ്ങൾ പഠിക്കുകയാണ്. ഞങ്ങൾ പഠിക്കും, ഞങ്ങൾ നടപടിയെടുക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ശ്രീകുമാർ മരിയന്റെ പിന്നെ വാദം കേൾക്കുകയായിരുന്നു. സാർ, ഇത് കോൺഗ്രസ് ആയതുകൊണ്ടാണ് സാർ നിങ്ങൾക്ക് ഇത്രമാത്രം പറയാൻ സ്പേസ് തന്നെ കിട്ടിയത്. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഒരു നിമിഷം, ശ്രീകുമാർ മറുപടി പറയാൻ സ്പേസ് കിട്ടിയത് കോൺഗ്രസ് ആയതുകൊണ്ടാണ്. പെട്ടെന്നുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീകുമാർജി ഒരു കാര്യം കൂടെ കേൾക്ക്. ആഞ്ജനേയ സ്വാമി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പറയാനുള്ള സ്പേസ്. ഞങ്ങൾ ഒരു അക്രമിയെയും പറയട്ടെ, ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന് മാത്രമല്ല, ടൈം ലിമിറ്റ് വെച്ചല്ല, ഞങ്ങൾ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണോ? ഭയങ്കര. ഞങ്ങളൊരു തീരുമാനം എടുക്കും. തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ആക്രോശമൊന്നും വേണ്ട കോൺഗ്രസിനോട്. ഞങ്ങളൊരു തീരുമാനം എടുക്കട്ടെ. ഞങ്ങൾക്ക് സമയം വേണ്ട. ഇന്നിനി നീ മിണ്ടരുത്. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. പറയട്ടെ.
MLA സ്ഥാനം രാജിവെച്ച ഇതുകൂടെ കേട്ടിട്ട് പറ. എല്ലാം കൂടെ കേട്ടിട്ട് പറയാൻ സമയമില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.